ടെക് ലോകത്തിൽ നിന്നുള്ള വാർത്തകൾ. രാജ്യത്തെ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ ഇടിവ്. മൊബൈൽ വിപണിയിൽ മാന്ദ്യമുണ്ടായിരുന്നിട്ടും ആപ്പിളും ഓപ്പോയും ഈ കാലയളവിൽ വളർച്ച രേഖപ്പെടുത്തി. പോയ വർഷം ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി 4% വാർഷിക വളർച്ച രേഖപ്പെടുത്തിയ ശേഷമാണ് മാന്ദ്യം ഉണ്ടായത്. ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണിയിൽ കയറ്റുമതിയിൽ ഇടിവുണ്ടായെങ്കിലും ജനുവരിയിൽ ആപ്പിൾ ശക്തമായ വാർഷിക വളർച്ച രേഖപ്പെടുത്തി. മൊത്തത്തിലുള്ള വർഷത്തിലെ ആദ്യ മാസത്തിലെ ദുർബലമായ ഉപഭോക്തൃ ഡിമാൻഡാണ് വിപണിയിലെ ഈ ഇടിവിന് കാരണമെന്നാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ വർഷത്തെ മിച്ച ഇൻവെന്ററിയും ഇതിനെ ബാധിച്ചുവെന്ന IDC പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു. അതേസമയം ജനുവരിയിൽ ആപ്പിൾ ഏറ്റവും ശക്തമായ കമ്പനിയായി ഉയർന്നു വന്നു. കയറ്റുമതിയിൽ വാർഷികാടിസ്ഥാനത്തിൽ 11.7% വളർച്ച ആപ്പിൾ നേടി. IDC ഡാറ്റ പ്രകാരം തുടർച്ചയായ 5 മാസമായി ഇന്ത്യയിലെ മികച്ച 5 ബ്രാൻഡുകളിൽ ആപ്പിൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾ ജനുവരിയിൽ മൊത്തം 11.1 ദശലക്ഷം യൂണിറ്റുകൾ കയറ്റുമതി ചെയ്തു. 2024 ഇതേ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 9.7% ഇടിവ് രേഖപ്പെടുത്തി. 2024 4ാം പാദത്തിലെ വിൽപ്പന ഇടിവാണ് ഇതിന് കാരണമെന്ന് IDC റിപ്പോർട്ട് പറയുന്നു. അതേസമയം 2024 ഇന്ത്യൻ സ്മാർട്ട് ഫോൺ വിപണി കയറ്റുമതിയിൽ 4% വാർഷിക വളർച്ച കൈവരിച്ചിരുന്നു എന്നതാണ് ശ്രദ്ധേയം. ജനുവരിയിൽ വാർഷികാടിസ്ഥാനത്തിൽ 5.3% വർധനവോടെ പോസിറ്റീവ് വാർഷിക കയറ്റുമതി നടത്തിയ മറ്റൊരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് ഓപ്പോ മാത്രമാണ്. ഈ കണക്കുകൾക്കിടയിലും വിവോ ഇന്ത്യയിലെ മുൻനിര വിപണി വിഹിതം പിടിച്ചെടുക്കുന്നത് തുടരുകയാണ്. യഥാക്രമം സാംസങ്, ഓപ്പോ, ആപ്പിൾ, റിയൽമി എന്നിവ തൊട്ടു പിന്നിലായുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അധികാര ശ്രേണിയിൽ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് ആമസോൺ. മധ്യനിര മാനേജ്മെന്റ് തസ്തികകളിലെ വർധനവ് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം സൃഷ്ടിക്കുന്നതിനാലാണ് തീരുമാനമെന്ന് ആമസോൺ CEO ആൻഡി ജാസി വ്യക്തമാക്കി. പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനും കൂടുതൽ ചടുലമായ തൊഴിൽ അന്തരീക്ഷം വളർത്തിയെടുക്കാനും അധികാര ശ്രേണി ലഘൂകരിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ആൻഡി ജാസി പറഞ്ഞു. നിലവിലെ ഘടനയെ വിമർശിച്ച അദ്ദേഹം പുനഃസംഘടന അനിവാര്യമാണെന്നും പറഞ്ഞു. കമ്പനിയിലേക്ക് ധാരാളം ആളുകളെ കൂട്ടിച്ചേർക്കുന്നതിലൂടെ ധാരാളം മിഡിൽ മാനേജർമാരെയാണ് നേടുന്നത്. ഈ മധ്യനിര മാനേജ്മെന്റിന്റെ എണ്ണം പലപ്പോഴും അനാവശ്യമായ ഉദ്യോഗസ്ഥ മേധാവിത്വത്തിലേക്ക് നയിക്കുകയും കമ്പനിയുടെ പുരോഗതിയെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇവർ പ്രീ മീറ്റിംഗിലും തീരുമാനങ്ങൾ എടുക്കേണ്ട മീറ്റിംഗുകളിലും ഉണ്ടാകും. എന്നാൽ ശുപാർശകൾ നൽകുകയോ നേട്ടങ്ങൾ കൈവരിക്കുകയോ ചെയ്യുകയില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. മാനേജർ തലം കുറച്ച് വ്യക്തികൾക്ക് അവരുടെ ജോലിയിൽ കൂടുതൽ അവകാശം നൽകുക വഴി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് പുനഃസംഘടനയുടെ ലക്ഷ്യം. തീരുമാനമെടുക്കൽ പ്രക്രിയകൾ വേഗത്തിലാക്കുക, ഉത്തരവാദിത്ത സംസ്കാരം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളും ഉദ്യോഗസ്ഥ ഘടനയിലെ ഈ മാറ്റത്തിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. 5G വ്യാപനം കൂടുതൽ വേഗത്തിലാക്കാൻ വിദേശ വെണ്ടർമാരിൽ നിന്ന് ഡിവൈസുകൾ വാങ്ങാൻ ലക്ഷ്യമിട്ട BSNL 4Gയുടെ കാര്യത്തിൽ നേരിട്ട കാലതാമസ പ്രതിസന്ധി 5G വിന്യാസത്തിൽ ഒഴിവാക്കാനാണ് തീരുമാനം. മറ്റു സ്വകാര്യ നെറ്റ്വർക്കുകളെ അപേക്ഷിച്ച് ഏറെ വൈകി 2023 മാത്രമാണ് BSNL 4G സേവനങ്ങൾ ആരംഭിക്കുന്നതിന് സംബന്ധിച്ച നടപടിക്രമങ്ങളിലേക്ക് കടക്കാനായത്. തദ്ദേശീയമായി വികസിപ്പിച്ച ടെക്നോളജിയും ഡിവൈസുകളും ഉപയോഗിച്ച് മാത്രമേ രാജ്യത്ത് 4G വ്യാപനം നടത്താവൂ എന്നായിരുന്നു അന്ന് BSNLന് മുന്നിൽ കേന്ദ്രം വെച്ച ഒരു ഉപാധി. ഇത് രാജ്യത്ത് BSNLന്റെ 4G സേവനങ്ങൾ വീണ്ടും വൈകുന്നതിന് കാരണമായി. തദ്ദേശീയമായി 4G ടെക്നോളജി വികസിപ്പിക്കാനും അത് പരീക്ഷിച്ച് ഫലമുറപ്പിക്കാനും ഏറെ സമയമെടുത്തു. പരീക്ഷണങ്ങൾക്കെല്ലാം ഒടുവിൽ ആരംഭിച്ച BSNL 4G വ്യാപനം ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. 4Gയുടെ കാര്യത്തിൽ ഉണ്ടായ കാലതാമസം 5G ടെക്നോളജിയുടെ കാര്യത്തിൽ ഉണ്ടാകാതിരിക്കാൻ 4G വ്യാപനത്തിന് സമാന്തരമായി തന്നെ 5G ടെക്നോളജി വികസനവും നടന്നു. 4Gയുടെ കാര്യത്തിൽ കാണിച്ച തദ്ദേശീയ കടുംപിടുത്തം 5Gയുടെ കാര്യത്തിൽ കേന്ദ്രം കാണിക്കില്ല എന്നാണ് BSNLന്റെ പ്രതീക്ഷ. 5Gക്കുള്ള $2 ബില്യൺ നെറ്റ്വർക്ക് ഗിയർ ഓർഡറിൽ വിദേശ വെണ്ടർമാരെ ഉൾപ്പെടുത്താനാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്വർക്ക് ഗിയർ ഓർഡറിന്റെ ഏകദേശം 50% വിദേശ വെണ്ടർമാർക്കായി നീക്കിവെക്കാം. ബാക്കി 50% ഇന്ത്യൻ വെണ്ടർമാർക്കായിരിക്കും എന്നാണ് സൂചന. ഇത് നടന്നാൽ 5G വ്യാപനം കൂടുതൽ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. വിദേശ വെണ്ടർമാരിൽ നിന്ന് 5G ഡിവൈസുകൾ വാങ്ങാൻ BSNLനെ അനുമതി ലഭിച്ചാൽ അത് ഗുണം ചെയ്യുക നോക്കിയ, എറിക്സൺ പോലുള്ള വെണ്ടർമാർക്കാണ്. ചൈനീസ് വെണ്ടർമാരെ നെറ്റ്വർക്കുകളിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവലിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ 5G ഡിവൈസുകളുടെ വിപണി വിഹിതത്തിന്റെ ഭൂരിഭാഗവും ഇതിനകം തന്നെ ഈ കമ്പനികളുടെ പക്കലാണ്. നിലവിൽ ജിയോയുടെയും എയർടെല്ലിന്റെയും 5G വ്യാപനം അന്തിമഘട്ടത്തിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. തിയേറ്ററുകളിൽ സിനിമാ ടിക്കറ്റുകൾക്ക് വില പരിധി ഏർപ്പെടുത്തി കർണാടക സർക്കാർ.
സംസ്ഥാനത്തുടനീളമുള്ള തിയേറ്ററുകളിലെ ടിക്കറ്റ് നിരക്ക് ഇനി 200 രൂപയിലധികമാകാൻ പാടില്ലെന്നാണ് നിർദ്ദേശം. ടിക്കറ്റ് നിരക്കിലെ വർധനവ് ആവശ്യപ്പെടുന്ന നിർമ്മാതാക്കൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. മൾട്ടിപ്ലക്സുകളിൽ ഉൾപ്പെടെ കർണാടകയിൽ പ്രദർശിപ്പിക്കുന്ന എല്ലാ ഭാഷകളിലെയും സിനിമകൾക്ക് ഈ നിയന്ത്രണം ബാധകമാണെന്ന് സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാന ബജറ്റ് പ്രഖ്യാപനത്തിനിടെ എല്ലാ സിനിമാ തിയേറ്ററുകളിലെയും ടിക്കറ്റ് വില 200 രൂപയായി പരിമിതപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞിരുന്നു. മുൻപ് സമാനമായ വിലപരിധി ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും അത് കൃത്യമായി നടപ്പിലാക്കിയിരുന്നില്ല. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ടിക്കറ്റ് വിലയിൽ കുത്തനെയുള്ള വർധനവും ഉണ്ടായിരുന്നു. ചില സിനിമകളുടെ റിലീസ് ദിനത്തിൽ 600 രൂപയ്ക്ക് വരെ ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുണ്ട്. എല്ലാ സിനിമാ ആസ്വാദകർക്കും താങ്ങാനാകുന്ന വിലയിൽ ടിക്കറ്റ് ലഭിക്കാനാണ് സർക്കാർ പുതിയ നീക്കത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പുതിയ നിയമം ഉടൻ തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുത്തൻ അപ്ഡേറ്റുകളുമായി പുതിയ വേർഷൻ പുറത്തിറക്കാനൊരുങ്ങി ആൻഡ്രോയിഡ്. ബാഴ്സലോണയിൽ നടന്ന മൊബൈൽ വേൾഡ് കോൺഗ്രസിലാണ് ജൂണോടുകൂടി ആൻഡ്രോയിഡ് 16 പുറത്തിറക്കുമെന്ന് കമ്പനി വെളിപ്പെടുത്തിയത്. ആൻഡ്രോയിഡ് 16 ഏറെക്കുറെ തയ്യാറാണെന്നും സോഫ്റ്റ്വെയറിൽ അവസാന അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും കമ്പനി അറിയിച്ചു. ഗൂഗിളിന്റെ റിലീസ് ടൈം ലൈനിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഡെവലപ്പർമാർക്കും ബീറ്റ ടെസ്റ്റർമാർക്കും വേണ്ടിയാണ് പ്രധാനമായും ആൻഡ്രോയിഡ് 16 ബീറ്റ പുറത്തിറക്കുന്നത്. പിക്സൽ ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ പതിപ്പിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. നിരവധി സ്വകാര്യതാ സംവിധാനങ്ങളും സെക്യൂരിറ്റി അപ്ഡേറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആപ്പ് ലിസ്റ്റിലും നോട്ടിഫിക്കേഷനിലും സെൻസിറ്റീവ് ആപ്പുകളെ ഹൈഡ് ചെയ്യുന്നതടക്കമുള്ള പ്രത്യേകതകളുണ്ട്. ഉപയോക്താക്കൾക്ക് കൂടുതൽ പ്രൈവസി നൽകാനുള്ള ഫീച്ചറാണിത്. കുട്ടികൾ കൂടി ഉപയോഗിക്കുന്ന ഫോണുകളിൽ ഇത്തരം ഫീച്ചറുകൾ ഉണ്ടാകും. ആൻഡ്രോയിഡ് 16 പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകൾക്കായി ജെമിനി AI പൂർണ്ണമായും ഒരു ഏജന്റിക് AI അസിസ്റ്റന്റായി മാറ്റും. ആൻഡ്രോയിഡ് അതോറിറ്റിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ആൻഡ്രോയിഡ് 16 അപ്ഡേറ്റിൽ ജെമിനി AIക്കായി പുതിയ ആപ്പ് ഫംഗ്ഷനുകൾ അവതരിപ്പിക്കും. ഇവ തേർഡ് പാർട്ടി ആപ്പുകളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താൻ ജെമിനി AI അനുവദിച്ചേക്കാമെന്നും റിപ്പോർട്ടുണ്ട്. നിശ്ചിത ആപ്പുകളും വെബ്സൈറ്റുകളും തുറക്കാനും ഡിസ്പ്ലേ വോളിയം ലെവലുകൾ ക്രമീകരിക്കാനുമുള്ള കഴിവ് പോലെയുള്ള ചില ഫീച്ചറുകൾ കൂടെ ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകും. ഇതിനെല്ലാം പുറമെ ആൻഡ്രോയിഡ് 16 സാറ്റലൈറ്റ് മെസ്സേജിംഗ് സൗകര്യവും നൽകുന്നുണ്ട്. ക്യാമറയിലെ അപ്ഗ്രേഡുകൾ, പാസ്കി ഉപയോഗിച്ച് സിംഗിൾ ടാപ്പ് ലോഗിൻ എന്നിവയും സാധ്യമാക്കുന്നു. ഫോൾഡ് ഫോണുകൾക്ക് ആൻഡ്രോയിഡ് 16 പ്രതീക്ഷിക്കാൻ ഏറെയുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.